ചട്ടം 64 അനുസരിച്ച് രാജിവെച്ച മന്ത്രിക്ക് പ്രസ്താവന നടത്താവുന്നതാണ്. ഞാൻ അതാണ് ഇങ്ങനെ ശങ്കിച്ചു നിൽക്കുന്നത്. ഒരു അബദ്ധം പറ്റിയതാണ്. ഈ ചോദ്യോത്തരം കഴിഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായി ചട്ടമനുസരിച്ച് ഞാൻ രാജിവെക്കാൻ ഇടയായിട്ടുള്ള കാരണങ്ങളെ സംബന്ധിച്ച് അങ്ങേക്ക് പറയാവുന്നതാണ്. സഭയിൽ പറയാൻ ഞാൻ നേരത്തെ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അത് കാണാതിരുന്നപ്പോൾ എനിക്ക് തന്നെ വല്ല ചട്ടലംഘനക്കാർ ആരെങ്കിലും ഇടപെട്ടോ എന്നുള്ളത് ഒരു സംശയം തോന്നി. സർ, ഞാൻ വ്യവസായ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ കേരളത്തിൻ്റെ വ്യവസായ രംഗം ആകെ തകർന്നു കിടക്കുകയായിരുന്നു. ഈ വ്യവസായ മേഖല വലിയ തകർച്ചയിലാണ്, കെടുകാര്യസ്ഥതയാണ്, അഴിമതിയാണ്, മർമ്മസ്ഥാനത്തിരിക്കുന്നവരുടെ ധൂർത്തുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ശ്രമിച്ചത് ഈ വ്യവസായത്തെക്കുറിച്ച് പഠിക്കാനാണ്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ പ്രധാനപ്പെട്ട പൊതുമേഖലാ വ്യവസായങ്ങൾ കുത്തഴിഞ്ഞു കിടക്കുന്നു, തകർച്ചയിലേക്ക് തലകുത്തി കിടക്കുന്നു എന്ന് മനസ്സിലായത്. ആദ്യം ചെയ്തത് ആ വ്യവസായങ്ങളെ പുനരുദ്ധരിക്കാനുള്ള ഫലപ്രദമായ നടപടികളാണ്. സർ, ആ നടപടികൾ പലർക്കും ഈ വ്യവസായ മേഖലയെ കൈയടക്കി ഇതുവരെ ഭരണം നടത്തിയിരുന്നവർക്ക് അത് നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇങ്ങോട്ടൊരു എൻട്രി ഇല്ലാതായി. സർ, ഇപ്പോൾ നമ്മുടെ പാലക്കാട് ഉള്ള മലബാർ സിമൻസ് പൂട്ടിക്കിടക്കുകയാണ്. എന്തിനാ മലബാർ സിമൻസ് പൂട്ടിയത്? ആ മലബാർ സിമൻസ് പൂട്ടേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ആ സിമന്റ് വ്യവസായം പൂട്ടിക്കുക, മലബാർ സിമന്റിനെ തകർക്കുക, സർ, കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. പ്രതിരോധിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മലബാർ സിമന്റിന്റെ ഉൽപ്പാദനം എത്രയോ വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നു. കേരളത്തിൻ്റെ ആവശ്യത്തിനുള്ള 10% സിമന്റ് മാത്രമേ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. സർ, ഞാൻ അവിടെ അതിൻ്റെ ഉൽപ്പാദനം ഇരട്ടിയാക്കാൻ കേരളത്തിൻ്റെ മാർക്കറ്റിലേക്ക് കേരളത്തിൻ്റെ സിമന്റ് അതിൻ്റെ സാധ്യത വിപുലീകരിക്കാൻ, ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയെ മാറ്റിത്തീർക്കാനുമുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തി. ഇപ്പോൾ തമിഴ്നാട്ടിൽ അമ്മ സിമന്റ് ഉണ്ട്. സാധാരണക്കാർക്ക് 200 രൂപയിൽ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന സിമന്റാണ്. അതുപോലെ പുതിയ സംരംഭങ്ങളിലേക്ക് ഏർപ്പെടാൻ തന്നെയാണ് പുറപ്പെട്ടത്. സർ, സിമന്റ് ലോബി വളരെ ശക്തരാണ്. അവരതിനെ തകർക്കാനുള്ള നീക്കത്തിൻ്റെ ഫലമായിട്ടാണ് അത് പൂട്ടിച്ചത്. അപ്പുറം ഇരിക്കുന്നവർക്ക് വിശദമായി പരിശോധിച്ചാൽ മനസ്സിലാകും. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് മുൻ വ്യവസായ മന്ത്രിക്ക് അറിയാം. ഇതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചു. എന്നെ സ്വാധീനിക്കാൻ ആർക്കും സാധിക്കില്ല. പല ശ്രമങ്ങളും പലരും നടത്തിയിട്ടുണ്ടാവും. ഒന്നത്. രണ്ടാമത്തത്, നമ്മുടെ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്, TCC. സർ, വൻ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥാപനമാണ്. സർ, അത് നഷ്ടത്തിലാണ്. ഉപയോഗിക്കുന്നത് ഉപ്പും ഇലക്ട്രിസിറ്റിയും, അതിൻ്റെ റോ മെറ്റീരിയൽസ്. സർ, ഹൈഡ്രോളിക് ആസിഡ്, കാസ്റ്റിക് സോഡ നല്ല മാർക്കറ്റാണ്. സർ, ഇറക്കുമതി ചെയ്യുന്ന ഗുണനിലവാരം കുറഞ്ഞിട്ടുള്ള ഉപ്പ്, സർ, 10 ടൺ വന്നാൽ 12 ടണ്ണിൻ്റെ ബില്ല് കൊടുത്ത് കാശ് കൊടുക്കത്തക്ക നിലയിലുള്ള സംവിധാനം. സർ, അടിമുടി അതിന് റേറ്റ് നിശ്ചയിച്ച് ഞാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം, ഒരു ലോഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അവിടുന്ന് പുറത്തു പോകുമ്പോൾ 75 ലക്ഷം റുപ്യ കൈക്കൂലി. സർ, ഇത് കുടികുത്തി വാഴുകയാണ് അവിടെ. ഇപ്പോൾ തന്നെ അതിനെ തകർക്കാനോ നീക്കം നടന്നു. സർ, ഞാൻ അധികം സമയങ്ങളില്ലാത്തതുകൊണ്ട് എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ഞാൻ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ 12 ദിവസക്കാലമായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം. ഞാനതെല്ലാം പറയാൻ പോകുന്നുണ്ട്. സർ, ഒന്നത്, സർ, നമ്മുടെ ഈ KMML ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സ്ഥാപനമാണ്. സർ, എന്തൊക്കെ പ്രതിസന്ധി അവിടെ ഉണ്ടാക്കി.
അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന 150 ഏക്കർ ഭൂമിയിലെ ജനങ്ങൾക്ക് താമസിക്കാൻ സാധിക്കില്ല. കരിമണൽ പ്രകൃതി നമുക്ക് തരുന്ന സമ്പത്താ. സാർ, കൊള്ളയടിച്ചു കൊണ്ടുപോവാ. അതിവിടെ തന്നെ സംസ്കരിക്കാൻ ഇന്ന് KMML പ്രവർത്തിക്കുന്ന പോലെ ഒരു അഡീഷണൽ യൂണിറ്റ് പ്രവർത്തിപ്പിച്ച് നമ്മുടെ കരിമണലിന്റെ സ്വത്ത് കേരളത്തിൻ്റെതാക്കി തീർക്കാൻ ഇടപെട്ടു. ആ 150 ഏക്കർ മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന അത് ഏറ്റെടുത്ത് ഒരു പുതിയ യൂണിറ്റ് ആരംഭിക്കാനുള്ള സമീപനം സ്വീകരിച്ചു. സാർ, ഇവിടുത്തെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ലാഭകരമാക്കാനുള്ള നല്ല ശ്രമം നടത്തി. സാർ, ഈ വ്യവസായ വകുപ്പിന്റെ കീഴിൽ 41 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. മറ്റ് ഈ നമ്മുടെ കയറൊക്കെ പ്രത്യേക ഇത് ഞാൻ കൈകാര്യം ചെയ്യുന്ന വ്യവസായ വകുപ്പിന്റെ കീഴിലല്ല. സാർ, 41 പൊതുമേഖലാ സ്ഥാപനങ്ങൾ 1739 കോടി രൂപയുടെ സഞ്ചിത നഷ്ട. സാർ, 10 സ്ഥാപനങ്ങളാണ് ഇതിലെല്ലാം ലാഭത്തിൽ പ്രവർത്തിക്കുന്നത്, അത് നഷ്ടത്തിലേക്ക് പോവുക. സാർ, നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുണ്ടറയിലുള്ള അലിൻഡ് സാർ, അലിൻഡ് കേരളത്തിലെ മാത്രമല്ല, തമിഴ്നാട്, ആന്ധ്ര, ഒറീസ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന കോടിക്കണക്കിന് ഉറുപ്പിക ആസ്തിയുള്ള സ്ഥാപന. സാർ, അത് നഷ്ടത്തിലാക്കി അത് കൈയടക്കാൻ മാർവാടി സെറ്റ് അതിനു വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം നടത്തി AIFRൽ കേസ് കൊടുത്ത് ആ കേസിന്റെ മേലെ ആ സ്ഥാപനം ലിക്വിഡേറ്റ് ചെയ്ത് തകർക്കാൻ നീക്കം നടക്കുന്ന കാലത്രി ഇടപെട്ടോ. സർ, അത് സംബന്ധിച്ച് അവസാനം AIFR ചെയ്തിരിക്കുന്നത് അല്ലല്ല, അത് AIFR പിന്നെയാണത് അവർ ചെയ്തിരിക്കുന്നത് സോമാനി ഗ്രൂപ്പിന് അത് നടത്തുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ കാര്യം കൈകാര്യം ചെയ്യാനും അധികാരപ്പെടുത്തി. സർ, ആ സ്ഥാപനം തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി നടന്നപ്പോൾ ഞാൻ വന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. 2014 വ്യവസായ വകുപ്പ് സെക്രട്ടറി ഡൽഹിയിലുള്ള നമ്മുടെ റെസിഡന്റ് കമ്മീഷണർക്ക് ഇതിന് അപ്പീൽ കൊടുക്കണം, അതായത് നമുക്കെതിരായിട്ട് AIFRൽ വിധി വന്നപ്പോൾ അതിനെതിരായിട്ട് അപ്പീൽ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വ്യവസായ വകുപ്പ് സെക്രട്ടറി ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. റെസിഡൻസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി, ഒന്നും ചെയ്തില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വ്യവസായ സെക്രട്ടറി എഴുതി, ഒന്നും ചെയ്തില്ല. എന്തുകൊണ്ടാ? അവർ കൈയടക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം ഇതിൽ ഇടപെട്ടെന്ന് മാത്രമല്ല, അതിൽ കക്ഷി ചേർന്നു, അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം തുടങ്ങി. അത് കേരള ഗവൺമെന്റിന് ഏറ്റെടുക്കാൻ കഴിയും. കുണ്ടറയാണ് അത് രജിസ്റ്റേർഡ് സ്ഥാപനം, അത് കേരളത്തിന്റെ അസറ്റാണ്. അത് തിരിച്ചു പിടിക്കാൻ ഓർഡിനൻസ് ഇറക്കാനുള്ള ഓർഡിനൻസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക, അതിന് തയ്യാറെടുക്കുകയാണ്. അവർ വലയം വെച്ചു, പലരെയും പിടിച്ചു. ഇത്തരത്തിലുള്ള ഒട്ടനവധി സംഭവങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. സർ, നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമല്ലേ കൈത്തറി? നമ്മൾ റിബേറ്റ് കൊടുക്കുന്നുണ്ട്. സർ, കൈത്തറി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പവർലൂം സാധനങ്ങൾ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് കൊടുത്ത് റിബേറ്റ് എഴുതി വാങ്ങുകയാണ്. എത്ര വലിയ തട്ടിപ്പാണ് നടക്കുന്നത്? ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. സർ, ഖാദിയാണ് ഇവിടെ വിൽക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഖാദി പവർലൂമിലുണ്ടാക്കി ആ ഖാദി ഇവിടെ കൊണ്ടുവരുന്നതിന് ഇവിടെ ഏജൻസിയെ വെച്ച് വർക്ക് ചെയ്യാണ്. അതിന് മുഴുവൻ ഇവിടെ റിബേറ്റ് എഴുതി വാങ്ങുകയാണ്. സർ, എത്രമാത്രം കെടുകാര്യസ്ഥതയാ! ഇതിനൊക്കെ എതിരായിട്ടുള്ള ശക്തമായി വന്നപ്പോൾ കുറെ ശത്രുക്കൾ വന്നു. സർ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് കിംഫ്ര. സർ, കിംഫ്ര അവിടെ MD ഇവർ 70 വയസ്സായി. ഞാനതിന്റെ വിശദാംശം ഇപ്പം പറയുന്നില്ല. സർ, അതിനകത്ത് നടക്കുന്നത് എന്താ? ഇതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ രംഗങ്ങളിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. സർ,
കിംഫ്രയുടെ കാര്യങ്ങളെക്കുറിച്ച് കിംഫ്ര മാത്രമല്ല, ഒരുപാട് ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ കയറിയിരുന്ന് എം ഡിമാരായി ദുർഭരണം നടത്തി പൊതുമേഖലാ സ്ഥാപനത്തെ ദുരുപയോഗപ്പെടുത്തുന്നതിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് പുറപ്പെട്ടത്. സർ, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരു പ്രൊഫഷണലൈസ് ചെയ്യണം, പവർഫുൾ മാനേജ്മെന്റ് ആയിരിക്കണം. പലതും ദുർബലമാണ്. നിങ്ങൾ സ്വീകരിച്ച പോലൊരു നടപടിയല്ല ഞാൻ സ്വീകരിച്ചത്. അവിടെ നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിനെക്കുറിച്ച് പഠിച്ച് അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് ഉണ്ടാകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം, നിയമനം നടത്തണം, പറ്റാത്തവരെ ഒഴിവാക്കണം എന്ന് പറഞ്ഞുള്ള നിർദ്ദേശം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു. സർ, എല്ലാ നടപടികളും നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ്. ഇവിടെ 2011 നിയമനം നടത്താൻ ലിസ്റ്റ് തയ്യാറാക്കിയില്ല, റിയാബിനെ ഏൽപ്പിച്ചില്ലേ? ഒരാളെ നിയമിച്ചോ? ഒറ്റയാളെ നിയമിച്ചോ? 2012 തയ്യാറാക്കി, ഒരാളെ നിയമിച്ചോ? അവസാനം 1ാം റാങ്കിലുള്ള ആൾ കോടതിയിൽ പോയി വന്നിട്ട് ഒരാളെ നിയമിച്ചു. ഏതെങ്കിലും ആളെ നിയമിച്ചിട്ടുണ്ടോ? സർ, റിയാബിനെ ഏൽപ്പിച്ച് റിയാബ് കൃത്യമായി വെരിഫിക്കേഷൻ നടത്തി പാനൽ തയ്യാറാക്കി തന്നു. ആ പാനലിൽ വെച്ച് അതിന്റെ പ്രധാനികളുമായി ഡിസ്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ടുള്ള നിലയിൽ കാര്യങ്ങൾ നടത്തി. നിങ്ങളിപ്പോൾ കുറെ ആക്ഷേപങ്ങൾ, സർ, വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എം ഡിമാരെ നിയമിക്കുന്നതിന് ഒരു അപ്പോയിന്റ്മെന്റ് മാനുവൽ നിലവിലില്ല. ഞാനിപ്പോൾ നിങ്ങൾ ബന്ധുക്കളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഞാനിപ്പോൾ അതിന്റെ ലീസ്റ്റ് എടുക്കുന്നില്ല, ഇനിയുണ്ടല്ലോ നമ്മളിവിടെ. പക്ഷെ നിങ്ങൾ ചെയ്ത തെറ്റ്, ഇന്നത്തെ നിയമങ്ങളും ചട്ടങ്ങളും വെച്ചുകൊണ്ട് അതിനെ തെറ്റെന്ന് പറയാൻ സാധിക്കില്ല. അതിന് മാനുവലില്ല. ആരെ വേണമെങ്കിലും നിശ്ചയിക്കാം ഗവൺമെന്റിന്. ക്വാളിഫിക്കേഷൻ പറയുന്നില്ല. നിങ്ങൾ ബഹളം കൂട്ടിയല്ലോ, പത്രക്കാരെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചല്ലോ. ഏത് നിയമത്തിന്റെയും ചട്ടത്തിന്റെയും അടിസ്ഥാനത്തിലാണ്? ഏതാ നിയമവും ചട്ടവും? ഒരു നിയമങ്ങളും ചട്ടങ്ങളും ഇല്ല. സർ, ഈ സ്ഥാപനത്തിന്റെ തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലെ പ്രൊവിഷൻ പ്രകാരം വിജിലൻസ് അന്വേഷിച്ച് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ നിയമനങ്ങളും. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ വേട്ടയാടലെ രക്തത്തിന് വേണ്ടിയാണല്ലോ ദാഹിച്ചത്, അത് വേണേ കുറച്ച് തരാം. പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത്. സർ, അത് തുടരും. ഇവിടെ സർ, എനിക്ക് കുറച്ച് സമയം തരുമല്ലോ സർ, കുറച്ച് സമയം തരുമല്ലോ. അല്ല, സമയം അദ്ദേഹത്തിന്റെ തരുന്നുണ്ട്. സർ, അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എം ഡിമാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, സർ, അതിൽ ഞാൻ കിംഫ്ര പറഞ്ഞു. സർ, മറ്റൊരു സ്ഥാപനമുണ്ട് സിഡ്കോ. സർ, എന്താ അതിന്റെ സ്ഥിതി? എത്ര വിജിലൻസ് കേസാ? നിങ്ങൾ ആരെയാ അതിന്റെ എം ഡി ആയിട്ട് വെച്ചത്? സർ, ഞാൻ 1-2 കാര്യം പറയാം. ആ 2 കാര്യം എന്ന് പറയുന്നത്, സർ, ഇന്ന് ഹൈക്കോടതിയിൽ ഒരു കേസിന്റെ 12 എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഒരു ബെഞ്ചിൽ വരുന്നുണ്ട്. എന്താ കാര്യം എന്നറിയോ? ഈ സിഡ്കോവിനെ സംബന്ധിച്ച് ഏതാണ്ട് 5.7 കോടി രൂപയുടെ അഴിമതി സംബന്ധിച്ച് ഒരു എസ് ദിലീപ് എന്ന് പറയുന്ന ഒരാൾ അവിടുത്തെ എം ഡിക്കെതിരായിട്ട് പരാതി കൊടുത്തു 2011 വിജിലൻസിന്. പരാതി കൊടുത്ത് നടപടി വരുന്നില്ല. അദ്ദേഹം ഹൈക്കോടതി പോയി. ഹൈക്കോടതി അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഉത്തരവിട്ടു. സർ, ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ ചെയ്തിരിക്കുന്നത് ഒരു ഡിവൈഎസ്പി, വിജിലൻസ് ഡിവൈഎസ്പിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. സർ, ആ ഡിവൈഎസ്പി അന്വേഷണം നടത്തിയിട്ട് പറഞ്ഞു, ഗുരുതരമായ തട്ടിപ്പും വെട്ടിപ്പും വഴിവിട്ട നടപടികളുമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ എം ഡിയെ, എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷ നേതാവിനൊക്കെ പരിചയമുള്ള ആളാണ്, സജി ബഷീർ, ഇദ്ദേഹത്തെ
സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎസ്പി റിപ്പോർട്ട് കൊടുത്തു സാർ. ആ റിപ്പോർട്ട് വിജിലൻസ് SP അന്വേഷിച്ച് അദ്ദേഹവും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചു. സാർ, അന്ന് വിൻസെന്റ് പോളായിരുന്നു ഇതിന്റെ കമ്മീഷനാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇത് അംഗീകരിച്ചു, ആ ഡയറക്ടർ. സാർ, അതിനുശേഷം ഇത് നിയമ സെക്രട്ടറിക്ക് പോയി. നിയമ സെക്രട്ടറി ഇത് അംഗീകരിച്ചു, അയാളെ മാറ്റി നിർത്തണം. അതിനുശേഷം ദണ്ഡപാണിയുടെ അടുത്തെത്തി AG, അദ്ദേഹവും ഇത് അംഗീകരിച്ചു. സാർ, ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിലെത്തി അദ്ദേഹത്തെ മാറ്റേണ്ടതില്ല എന്ന് ആഭ്യന്തരമന്ത്രി എഴുതി വെച്ചു. എന്താ ചെയ്തത്? ആരാ സജീവ് ബഷീർ? എന്താണെന്നറിയോ കേസ്? ഇപ്പോഴെത്ര കേസുണ്ടെന്നറിയോ സാർ? കുവൈറ്റിലെ റൂളറെ പറ്റിച്ച കേസിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അടുത്ത് വന്നിരുന്നു സാർ എന്നിട്ട് അവർ പറയുന്നത്, ഞങ്ങൾ ഇത് അന്താരാഷ്ട്ര പ്രശ്നമായി ഇത് ഉയർത്തും. കാരണം അവിടുത്തെ ഇല്ലാത്തൊരു ഉത്തർപ്രദേശിലൊരു കമ്പനി, ഒരു കോപ്പറേറ്റീവ് കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ഷെയ്ഖുമായി ഇടപാട് നടത്തി 5 കോടിയിൽ പരം ഉറുപ്പികയുടെ ബാങ്ക് ഗ്യാരണ്ടി വാങ്ങി. ആ ബാങ്ക് ഗ്യാരണ്ടി ഇല്ലാത്ത കമ്പനിയുടെ പേര് മാറിയെടുത്തു, സിഡ്കോ എഗ്രിമെന്റ് വെച്ചത്. അതിന്റെ മേലെയുള്ള ഇപ്പോൾ മാറി വന്നപ്പോൾ കാര്യങ്ങളാകെ അട്ടിമറിഞ്ഞു വന്നപ്പോഴാണ് ആ ഷെയ്ഖിന്റെ അഭിഭാഷകൻ ഇവിടെ വന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ചില നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് പോയിരിക്കുകയാണ്. സർ, അത് വിജിലൻസിന് അയച്ചിട്ടുണ്ട്. ഈ സജീവ് ബഷീർ തൃശ്ശൂരിൽ ഒരാൾ 75 ലക്ഷം ഉറുപ്പിക ഈ KSIയുടെ പേരിൽ മണലിറക്കാം, അതിന്റെ കരാർ തരാമെന്ന് പറഞ്ഞ് വാങ്ങി പരാതിയുമായി വന്ന് വിജിലൻസിന് അയച്ചിരിക്കുകയാണ്. സർ, ഇവിടെ തന്നെ ബഹുമാന്യനായിട്ടുള്ള VS കടവന്തറയിലുള്ള സിഡ്കോവിന്റെ ഭൂമിയെക്കുറിച്ച് ഒരു സബ്മിഷൻ ഉന്നയിച്ചു. സർ, ആ സബ്മിഷനിൽ ഇവിടെ ഞാനൊന്ന് മറുപടി പറഞ്ഞു. സർ, 100 കോടിയിലധികം ഉറുപ്പിക വിലമതിക്കുന്ന ഭൂമി തട്ടിയെടുക്കുകയായിരുന്നു. ആ സജീവ് ബഷീറിനെയാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി കൊടുത്തു. അന്വേഷണം ഞങ്ങൾ കൊടുത്തിരിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലാണ് MDമാര്. ആ MDമാരെ കുറിച്ച് അന്വേഷിച്ച് ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് റിയാബിനെ ചുമതലപ്പെടുത്തിയത്. അതനുസരിച്ച് റിയാബ് തയ്യാറാക്കിയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഇവിടുത്തെ തന്നെ ഏറ്റവും എക്സ്പേർട്സ് ഇന്റർവ്യൂ നടത്തി തയ്യാറാക്കിയിട്ടുള്ള പാനൽ, ആ പാനലിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം. ഒരാളെയും നിയമവിരുദ്ധമായി നിയമിച്ചിട്ടില്ല, ഒരാളെയും നിയമിച്ചിട്ടില്ല. നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ നിയമിച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ബഹളമാണ് ഉണ്ടാക്കിയത്? പിന്നെ ഞാൻ രാജിവെച്ചു എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. സാർ, നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയവും എൻ്റെ മുന്നണിയും എൻ്റെ പാർട്ടിയും ഇതിനെല്ലാം ഉയർന്നു ചിന്തിക്കുന്നു. ആ ഉയർന്ന ചിന്തയുടെ ഭാഗമായിട്ട് ഞാൻ ചിന്തിച്ചു, ഈ വേട്ടയാടലിൽ നിന്ന് ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് വേണ്ടി, കേരളത്തിന്റെ വ്യവസായത്തെ മുഴുവൻ തകർക്കാൻ നോക്കുന്നവർക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് മാധ്യമങ്ങളെല്ലാം. സർ, 2 ആഴ്ചക്കാലം ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിൽ എന്തെങ്കിലും ഒരു വാർത്തയുണ്ടായിരുന്നോ? ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ ഉണ്ടായിരുന്നോ? സർ, 12 ദിവസമായിട്ട് ഇവിടുത്തെ 14 ദിവസമായിട്ട് ഇവിടുത്തെ പത്രങ്ങൾ ഉണ്ടായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചിന്തിക്കുന്നവർ ചിന്തിക്കട്ടെ. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തിനായി വേട്ടയാടിയത്? സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ടാണോ? അഴിമതിക്കെതിരായിട്ട് നടപടിയാണോ? എന്തിനു വേണ്ടിയാണ് നടത്തിയത്? സർ, ഈ 2 കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്, അത് ഞാൻ പറയാം. ഈ മാധ്യമങ്ങൾക്ക് പിന്നിൽ ആരാ പ്രവർത്തിച്ചത്? വാർത്ത എല്ലാ മാധ്യമങ്ങളിലും ഒരേ വാർത്തയല്ലേ, തയ്യാറാക്കി കൊടുക്കുകയല്ലേ? ഇവിടുത്തെ മാഫിയ സംഘങ്ങൾ നമ്മുടെ വ്യവസായത്തെ കൊള്ളയടിക്കുന്ന കേരളത്തിന് വെളിയിലുമൊക്കെയുള്ള വൻ തോക്കുകൾ ഈ
ഈ കേരളത്തിന്റെ സമ്പത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് ഈ ഗവൺമെന്റ് കൂട്ടുനിൽക്കില്ല, എന്നെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് നിലവന്നപ്പോൾ എന്തും രണ്ടും കൽപ്പിച്ച് പുറപ്പെട്ടു. സാർ, എനിക്ക് ഭീഷണി ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ പറഞ്ഞു നടക്കാറില്ല. അകത്തുനിന്നും പുറത്തുനിന്നും ഭീഷണി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതെ, രാജ്യത്തിനകത്ത് വിദേശത്ത് അത് വി.ഡി. സതീശനും PT നിങ്ങൾ രണ്ടാളും തന്നെ സാർ, എനിക്ക് തോന്നുന്നു നമ്മുടെ മുൻ വ്യവസായ മന്ത്രി അദ്ദേഹത്തിനൊക്കെ ഇത്തരത്തിലേക്ക് എന്തെങ്കിലും ചെയ്താൽ രക്ഷയുണ്ടാകില്ലെന്ന് അറിയാമായിരിക്കും. പലർക്കും ഭയന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. സാർ, ഏതെല്ലാം തരത്തിലുള്ള ഭീഷണിപ്പെടുത്തൽ, ഇതിനൊന്നും തലകുനിക്കാനില്ല, ഇനിയും തലകുനിക്കാൻ വേണ്ടി പോകുന്നില്ല. സർ, ഇവിടെ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണം, സർ, നിയമവും ചട്ടവും അനുസരിച്ച യോഗ്യതയുള്ള ആളുകളെയാ ഒരു ചെറുപ്പക്കാരന് ഒരു അപേക്ഷ കൊടുക്കാൻ, ഒരു ജോലിക്ക് അപേക്ഷ കൊടുക്കാൻ അധികാരമില്ലേ? നിങ്ങളുടെ സഹോദരന് ഒരു അപേക്ഷ കൊടുക്കാൻ അധികാരമില്ലേ? കൊടുത്തിട്ടില്ലേ? വാങ്ങിയിട്ടില്ലേ? അപേക്ഷ കൊടുത്തതിന് നിങ്ങൾ എത്രമാത്രം ആക്ഷേപിച്ചത്? ഒരു അപേക്ഷ കൊടുത്ത്, അതെ, നിങ്ങളെക്കാളും മാന്യന്മാരാണ്, ഈ അശബ്ദം പുറപ്പെടുവിക്കുന്നവരെക്കാളും മാന്യന്മാരാണ്. സാർ, KSIയിൽ നിയമവിധേയമായിട്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി കിട്ടുന്നത് വരെ പ്രത്യേക നിബന്ധനകൾക്ക് വിധേയമായിട്ട് നിയമിച്ചു. സർ, ആ നിയമനം 1-ാം തീയതി കൊടുത്തു. വിജിലൻസിന് നേരത്തെ അയച്ചതാണ്. വിജിലൻസ് റിപ്പോർട്ട് കാത്തിരിക്കുകയാണ്. സർ, എല്ലാറ്റിനും കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ, ടെക്സ്റ്റൈൽ രംഗം, ഹാൻഡിക്രാഫ്റ്റ്, സർ, ഇതൊന്നും MTech വേണ്ടതല്ല. KSI എന്ന് പറയുന്നത് 3 ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് അവർ കൊടുക്കുന്ന ചുമട്ടുകാരെ കൊണ്ട് സാധനം എടുത്തുകൊണ്ടുവന്ന് പരിശോധിച്ച് ബില്ലെഴുതി കൊണ്ടുവന്ന് ചുമട്ടുപണി എടുപ്പിക്കുകയാണ്. വലിയ സ്ഥാപനമൊന്നുമല്ല. സർ, ഇങ്ങനെയുള്ള കുറെ സ്ഥാപനങ്ങളുണ്ട്. കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ, അതിലെല്ലാം ഇപ്പോൾ ആളില്ല. ഈ പാനലിൽ തന്നെ ആളില്ല. ഉള്ള പാനലിൽ വെച്ച് അർഹരായവരെല്ലാം നിശ്ചയിച്ചു. 10-20ഓളം വരുന്ന MD-മാർക്ക് അവരുടെ കഴിവുകളെല്ലാം നോക്കിയപ്പോൾ ഈ ചുമതല നിർവഹിക്കാൻ പ്രാപ്തരല്ല, പകരം ആളുകളെ വെച്ചു. അതെല്ലാം വിശദമായി പഠിച്ച് റിയാദിന്റെ തന്നെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി പ്രവർത്തിച്ചു. അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചെയ്തത്. പക്ഷെ 1-ാം തീയതി കൊടുത്തെങ്കിലും ആ ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, ഞാൻ മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിന് എനിക്ക് സമയം നീട്ടിക്കൊടുക്കാൻ പറ്റില്ല. ഇത് കാരണം ഇങ്ങനെ ഒരു നിലപാട് തന്നെ സ്വീകരിക്കുന്ന ഈ സ്ഥാപനങ്ങളിൽ ഭരണസമരം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ്. സാർ, ഇതൊന്നും IAS ഏൽപ്പിക്കാൻ പറ്റിയിട്ടുള്ള പോസ്റ്റൊന്നുമല്ല. അതുകൊണ്ട് സമയം നീട്ടിത്തരാൻ പറ്റില്ല. അപ്പോൾ തന്നെ റദ്ദ് ചെയ്തു. ഇതാണ് നിങ്ങൾ ആക്രമിക്കാൻ ഉപയോഗിച്ചത്. ഏതെങ്കിലും നിയമത്തിന്റെയും ചട്ടങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും ലംഘനം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ നിയമിച്ചിരിക്കുന്നവർ നിങ്ങൾ എങ്ങനെയാണ് നിയമിച്ചത്? നിയമിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ ബന്ധുക്കളെ കുറിച്ചൊന്നും ഞാൻ പറയാത്തത്. സർ, രണ്ടാമത് നിങ്ങൾ ഉന്നയിച്ചൊരു ആരോപണം, നമ്മുടെ കണ്ണൂരിലുള്ള ക്ലേൻ സെറാമിക്സ്, ഞാനൊരെന്താ ബന്ധം? ക്ലേൻ സെറാമിക്സിന്റെ നിയമനവുമായിട്ട് ഗവൺമെന്റിന് ബന്ധമില്ല. സർ, ആ ക്ലേൻ സെറാമിക്സ് പൂട്ടിയിരിക്കുകയാണ്. 1.5 കൊല്ലമായി പൂട്ടിയിട്ട് ആ കമ്പനി ഞാൻ മറ്റൊരു കമ്പനിയായിട്ട് മാറ്റി അവിടുത്തെ തൊഴിലാളികൾക്ക് മുഴുവൻ ജോലി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പുതിയ ഡയറി സംവിധാനം, സർ, 1000 പശുക്കളെ അവരുടെ ഡയറി ഫാം ഉണ്ടാക്കി അതുമായി ബന്ധപ്പെടുത്തുകൊണ്ട് ഒരു വലിയ പ്രോജക്റ്റ് തയ്യാറാക്കി അതിനെ സംരക്ഷിക്കാൻ കമ്പനി രൂപീകരിച്ച് പ്രവർത്തനം വെച്ച് വരികയാണ്. 3 മാസമാക്കാം ഇപ്പോഴുള്ള ക്ലേൻ സെറാമിക്സ് ഉണ്ടാകുക. സർ, അതിന് തന്നെ ആ ക്ലേൻ സെറാമിക്സ് പ്രവർത്തിക്കുന്നത് ഇന്ന് നിലവിലുള്ള ആസ്തിയും കാര്യങ്ങളൊക്കെ കണ്ടു പ്രവർത്തിക്കണം. അതിന്റെ മാനേജർ ലീവിൽ പോയി. ഒരു ലീവ് വേക്കൻസിയാ, 3 മാസം.
അവിടെ ഇന്നുള്ള മാനേജര് ലീവിൽ പോയ മാനേജര് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ നിയമിക്കുന്ന എല്ലാ മാനദണ്ഡം തന്നെയാണ് ഇപ്പോഴും പാലിച്ചത്. ലോക്കലായിട്ട് അപേക്ഷ ക്ഷണിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ ഇന്റർവ്യൂ നടത്തി 3 മാസത്തേക്ക് ആ കമ്പനിക്ക് ഒരു മാനേജറെ വെച്ചു കൊടുത്തു. നിങ്ങൾക്കത് ഞാൻ പറയേണ്ട കാര്യങ്ങൾ അത് തെറ്റുകളൊക്കെ പറ, ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാമെന്ന്. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, അക്കരയും പറയാ, എല്ലാവരും പറഞ്ഞുതരാ പ്ലീസ്. അപ്പൊ ഇത് സർ ഞാൻ പറഞ്ഞു വരുന്നത് സർ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അത് അവർ നിശ്ചയിച്ച കാര്യം താൽക്കാലിക 3 മാസത്തേക്ക് കോൺട്രാക്ട് ബേസിൽ ഒരു കമ്പനി പൂട്ടാൻ വേണ്ടി പോകുന്നതിന്റെ കാര്യങ്ങളെല്ലാം തയ്യാറാക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചതാ. ഞാൻ നിയമിച്ചു എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ ഈ ബഹളം? ഞാനെന്ത് നിയമിക്കാൻ? ഞങ്ങളുടെ മുമ്പിൽ വരേണ്ട കാര്യമില്ലത്. ഇതാ നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ. ഇതിന്റെ ലക്ഷ്യമുണ്ട്. നിങ്ങൾക്ക് ഈ ഗവൺമെന്റിനെ നിങ്ങൾ കഴിഞ്ഞ നമ്മുടെ സ്വാശ്രയ കോളേജിന്റെ പ്രശ്നത്തെ തലകുത്തി വീണു, തല ഉയർത്തി നടക്കാൻ നാണക്കേടും കൊണ്ട് നടക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ കണ്ടുപിടിച്ച മാർഗം ഈ ഗവൺമെന്റിനെ ആക്രമിക്കണം. ഗവൺമെന്റിനെ ആക്രമിക്കാൻ മുഖ്യമന്ത്രി ആക്രമിക്കണം. മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ഉണ്ടായിരുന്നു, വ്യവസായ വകുപ്പ് മന്ത്രി വ്യവസായ വകുപ്പ് എന്ന് മാറണം. അത് തന്നെയാണ് മാഫിയ സംഘത്തിന്റെ ആവശ്യം. അവർ ഉയർത്തിയതും അതാണ് നിങ്ങൾക്ക് വേണ്ടത്. അതാണ് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. അതിനാ മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നത്. കേരളത്തിന്റെ ഭരണരംഗത്ത് സംശുദ്ധമായ ഭരണം നടപ്പിലാക്കാൻ അങ്ങേയറ്റം പോരാടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അദ്ദേഹം നടന്നുപോയ വഴിയിലൂടെ പോകാൻ കഴിയില്ല. നിങ്ങൾ ഇനി ഒന്ന് ജനിച്ചിട്ട് വരണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടന്നു പോകുന്ന വഴിയിലൂടെ നടന്നു പോകാൻ നിങ്ങൾ ഇനി ഒന്ന് ജനിച്ചിട്ട് വരണം. അത്തരത്തിലുള്ള മുഖ്യമന്ത്രി അദ്ദേഹത്തെ ചളിവാരി എറിയാൻ, കളങ്കപ്പെടുത്താൻ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണിത്. ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല. നിങ്ങൾ കുറ്റക്കാരനായിരിക്കും. നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ വ്യായാമം മാഫിയ സംഘത്തിന് വേണ്ടിയിട്ടാണ്. കേരളത്തിന്റെ പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്നവർക്ക് വേണ്ടിയാണ്. മാധ്യമങ്ങൾക്ക് മുഴുവൻ പണം കൊടുത്തിട്ടാണ് ഈ പ്രചാരവേല സംഘടിപ്പിച്ചത്. ഈ തരത്തിൽ തെറ്റായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കീഴ്പ്പെടുത്താമെന്ന് നിങ്ങൾ ധരിക്കരുത്. തെറ്റായിട്ടുള്ള നടപടികളിലേക്കാണ്. നിങ്ങൾക്ക് ആ സഹിഷ്ണുത ഉണ്ടാകും, നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ചരിത്രം വേണമെങ്കിൽ ഞാൻ പറയാം. അതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ പോകുന്നത് ഇനി കാണാം. നമുക്ക് ഇനി നമ്മളിവിടെ ഉണ്ടല്ലോ, ഈ വേദിയിലുണ്ടല്ലോ. അതുകൊണ്ട് സാർ പ്ലീസ് ഒരു തത്വാധിഷ്ഠിതമായ നിലപാട്, ഉന്നതമായ മൂല്യം അത് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി ഞാൻ സ്വമേധയാ മുഖ്യമന്ത്രിയോട് അപേക്ഷിച്ചു. ഞാൻ ഇന്നത്തെ നിലയിൽ ഈ മാധ്യമങ്ങളും എല്ലാം കൂടി ആക്രമിച്ച് ഈ സംശുദ്ധമായ ഭരണത്തെ കളങ്കപ്പെടുത്താനുള്ള നീക്കമാണ്. അതുകൊണ്ട് എന്നെ രാജിവെക്കാൻ അനുവദിക്കണം എന്ന് ഞാൻ അപേക്ഷിച്ചു. അദ്ദേഹം സമ്മതം നൽകി. ഞാൻ രാജി കൊടുത്തു. സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് രാജി കൊടുത്തു. അതുകൊണ്ട് സാർ, ഞാൻ നീതിക്ക് വേണ്ടിയിട്ടാണ് പോരാടിയിട്ടുള്ളത്. വ്യവസായത്തെ സംരക്ഷിക്കാനാണ്. വ്യവസായത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന മാഫിയകൾക്കെതിരെ ഇനിയും സാർ ഞാൻ പോരാടും, പ്രവർത്തിക്കും. ബാഹ്യശക്തികളാണ് എംഡിമാരെ നിയമിച്ചിരുന്നത്. ബാഹ്യശക്തികളാണ് ഈ വ്യവസായങ്ങളെ നയിച്ചിരുന്നത്. ഇനി അവർക്ക് എൻട്രി ഇല്ലാത്തൊരു സാഹചര്യം ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാർ, ഈ കേരളത്തിന്റെ താല്പര്യം ഞാൻ ഉയർത്തിപ്പിടിച്ചു എന്ന അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടി ഞാൻ ആ സ്ഥാനത്തുനിന്ന് വിടാനിടയായിട്ടുണ്ട് എന്ന കാര്യം അങ്ങയെയും ഈ സഭയെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാർ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.